നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്ര പ്രദക്ഷിണം എന്നൊരധ്യായമാണ് ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഗുരുവായൂരപ്പനെക്കുറിച്ചും ഗുരുവായൂരിൻ്റെ വിശേഷങ്ങളും മാത്രമല്ലാതെ മറ്റു പല ക്ഷേത്രങ്ങളിലേക്കും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കൊരു ക്ഷേത്ര പ്രദക്ഷിണം തന്നെ നടത്താം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ പുതുക്കാട് രാപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാപ്പാൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഇപ്പോൾ ഉള്ളത്. രാപ്പാളിൻ്റെ ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നന്ദിനിപ്പുഴയുടെ കുറുമാലിപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്ന നന്ദിനിപ്പുഴയുടെ തീരത്തുള്ള അതിമനോഹരമായൊരു അമ്പലമാണ് ഈ രാപ്പാൾ ശ്രീ. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാലരൂപിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ്. രണ്ട് കയ്യിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഉണ്ണിയായ കൃഷ്ണൻ. അതുമാത്രമല്ല കേട്ടോ, ആ ഒരു വിഗ്രഹം കാണുമ്പോൾ കിങ്ങിണി കെട്ടിയ അരമണി, കിലുങ്ങുന്ന മണികളോട് കൂടിയ കിങ്ങിണി കെട്ടിയ, കാലിൽ കാൽത്തളകൾ ഇട്ടിട്ടുള്ള, കയ്യിൽ രണ്ട് കയ്യിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഒരു ഉണ്ണിയായ കൃഷ്ണൻ, ഏറിയാൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം. ഒരു അലങ്കാരങ്ങളും ഇല്ലാതെ തന്നെ, അതായത് ചന്ദനത്ത് കൊണ്ടുള്ള അലങ്കാരങ്ങളൊന്നുമില്ലാതെ തന്നെ വിഗ്രഹത്തിൽ തന്നെ ആ ഒരു രൂപത്തിലാണ് ഇവിടെ ബാലരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉണ്ണികൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഉണ്ണികൃഷ്ണനെ കൈകൂപ്പി തൊഴാനല്ല തോന്നുക, എടുത്ത് നമ്മുടെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനാണ് തോന്നുക. അത്ര കൗതുകം നിറഞ്ഞ, അല്ലെങ്കിൽ അത്രയും വാത്സല്യം തോന്നുന്ന ഒരു ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് ഇവിടുത്തെ ഈ ഒരു ശ്രീകൃഷ്ണ സ്വാമിക്കുള്ളത്. അദ്ദേഹത്തിനെ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു പുഴയുടെ തീരത്തോടെ ഇരിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, മനസ്സിന് നമുക്ക് ശാന്തതയാണോ അല്ലെങ്കിൽ ഒരു ഭക്തിഭാവമാണോ, എന്താണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എന്ന് നമുക്ക് വാക്കുകളാൽ നിർവചിക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴേണ്ട ഒരു അമ്പലം തന്നെയാണ് ഈ ഒരു രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഞങ്ങൾ ഇന്ന് ഇവിടെ ധനുമാസത്തിലെ തിരുവോണ ദിവസമാണ് എത്തിയത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ദധ്യന്നം വഴിപാടാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദധ്യന്നം എന്ന് പറഞ്ഞാൽ എന്താ? ദധി എന്ന് പറഞ്ഞാൽ തൈര് എന്നാണ് അർത്ഥം. ദധ്യന്നം എന്ന് പറഞ്ഞാൽ തൈര് ചേർത്ത ചോറിനെയാണ് ദധ്യന്നം എന്ന് പറയുന്നത്. ഇത് പണ്ട് പാഞ്ചാലി, അതായത് മഹാഭാരത യുദ്ധകാലത്ത് പാഞ്ചാലി ഭഗവാൻ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ പഞ്ചപാണ്ഡവർക്കും ഈ ഒരു അന്നം, അതായത് ഈ തൈര് കൂട്ടിയ ചോറ് കൊടുത്തതിന് ശേഷമാണ് യുദ്ധത്തിന് പറഞ്ഞയച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ധനുമാസത്തിലാണ് മഹാഭാരത യുദ്ധം നടന്നത് എന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം 18 ദിവസത്തോളമാണ് മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യ 18 ആണോ പിന്നീട് വരുന്നതാണോ എന്നുള്ളതിന് ഒരു നിശ്ചയമില്ലാത്തത് കൊണ്ടായിരിക്കണം ധനുമാസം മുഴുവൻ ഇവിടെ ആ ഒരു ഓർമ്മയ്ക്ക് ദധ്യന്നം എന്ന ഈ ഒരു വഴിപാട് നടക്കുന്നുണ്ട്. ഈ ദധ്യന്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് രാവിലെ ഉദയത്തിന് മുൻപായിട്ട് ഭഗവാന് നീതിക്കും. ഏകദേശം 3 മണിയോടുകൂടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഈ ഒരു ദധ്യന്നം എന്ന ഈ ഒരു പ്രസാദം ഭഗവാന് നീതിക്കുന്നത് 6 മണിയോട് കൂടിയിട്ടാണ് നേദ്യം. അത് പണ്ട് മഹാഭാരത യുദ്ധത്തിന് സൂര്യോദയത്തിന് മുമ്പായി ഒരുങ്ങി തയ്യാറായി സൂര്യോദയത്തിൻ്റെ സമയം മുതൽ യുദ്ധം തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത്ര നേരത്തെ തന്നെ ഇവിടെ ഈ ഒരു വഴിപാട് നടക്കുന്നത്. ഈ ഒരു സമയത്ത്, ഈ ഒരു ധനുമാസ കാലത്ത്, ഈ ധനുമാസം 30 ദിവസവും ഈ വഴിപാട് നിവേദ്യമായിട്ട് ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം അതേ നിവേദ്യം
കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അമ്പല നടയിൽ തന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടിലിരുത്തിക്കൊണ്ട് 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിട്ടൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. അത് ശരിക്കും നമുക്ക് കണ്ണിന് അത്രയും ആനന്ദകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരണം 12 വയസ്സിൽ താഴെയുള്ളവരെല്ലാം കൗതുകം നിറഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണല്ലേ. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മാത്രമല്ല, തൈര് കൂട്ടിയ ചോറ്, അതുപോലെ തന്നെ വെണ്ണ, പാൽപ്പായസം, കദളിപ്പഴം എന്നിവയാണ് ഇവർക്ക് ഭഗവാന്റെ പ്രസാദമായി നൽകുന്നത്. അതിനുശേഷം ഭക്തജനങ്ങൾ ഓരോരുത്തരും അവർക്ക് കൈ നിറയെ മിഠായിയും ലഡുവും മധുരം നിറഞ്ഞ മധുരപലഹാരങ്ങളും എല്ലാം നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സന്താനലബ്ധിക്കായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു വഴിപാട് തന്നെയാണ് ഈ ദധ്യന്നം വഴിപാട്. എല്ലാ ധനുമാസത്തും 1-ാം തീയതി തൊട്ട് ധനുമാസം കഴിയുന്നത് വരെയുമാണ് ഈ ഒരു വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ദധ്യന്ന വഴിപാട് നടത്തിയ 33 ദമ്പതികളിൽ 24ഓളം ദമ്പതിമാർക്കും ഇപ്പോൾ ഒരു സന്താന സൗഭാഗ്യം കൈവരിച്ചിരിക്കുകയാണ് എന്ന ഒരു അതിശയകരമായ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ കഥ കൂടി ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ ഒരു 90% ആളുകൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന 90% ദമ്പതിമാർക്കും ഒറ്റ വർഷം കൊണ്ട് തന്നെ ഈ ഒരു സന്താന സൗഭാഗ്യം ഭഗവാൻ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിത് ആരും പറയാതെ തന്നെ നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യും. എങ്ങനെയാണെന്നറിയോ, നമുക്ക് ആ വിഗ്രഹം കണ്ടാൽ മാത്രം മതി ഈ ഗുരുവായൂരപ്പൻ എന്തായാലും നമ്മളെ അനുഗ്രഹിക്കുന്നു തോന്നുന്ന ഒരു അത്ര കൗതുകകരമായ ഭാവത്തിലാണ് ഭഗവാന്റെ ഇവിടുത്തെ ആ ഒരു ബാലരൂപം, ഉണ്ണികൃഷ്ണനായിട്ടുള്ള രൂപം. തീർച്ചയായിട്ടും നമ്മൾ ഗുരുവായൂരപ്പൻ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരമ്പലത്തിൽ ഉണ്ണികൃഷ്ണൻ്റെ ഭാവത്തിലാണ്. അത് ചന്ദനം കൊണ്ട് അലങ്കരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇവിടുത്തെ വിഗ്രഹം തന്നെ ആ ഒരു ഭാവത്തിലാണ് കേട്ടോ, കുഞ്ഞു ഉണ്ണികൃഷ്ണനായിട്ട്. ആ ഉണ്ണികൃഷ്ണനെ കണ്ടാൽ നമ്മളറിയാതെ തന്നെ പറഞ്ഞു പോകും. പൂന്താനം പാടിയ ആ വരികളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഒരു നിമിഷമെങ്കിലും കടന്നു പോകും. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്നുള്ള ആ ഭാവം, ആ ഒരു വരികൾ നമ്മുടെ മനസ്സിലറിയാതെ തന്നെ വന്നു പോകും ആ ഒരു വരികളെല്ലാം. പക്ഷേ അല്ലാട്ടോ, ഇവിടെ വന്നാൽ എല്ലാവർക്കും സന്താന സൗഭാഗ്യം ഭഗവാൻ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കൂടി ഇപ്പോൾ കണ്ടു നോക്കാം. ഉണ്ണികൃഷ്ണന്മാർ, അനവധി ഉണ്ണികൃഷ്ണന്മാരും ഗോപികമാരും ചേർന്ന് ഭഗവാന്റെ ദധ്യന്നം പ്രസാദമായി സ്വീകരിക്കുന്ന ആ നയനമനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം.
കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഈ അമ്പലത്തിലെ ഊരാഴ്മയും അതുപോലെ തന്നെ മേൽശാന്തിയും കീഴ്ശാന്തിയും തന്ത്രവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന 3-4 ഇല്ലങ്ങളിൽ ഒരാളായ നടുവം ശ്രീ ഹരി നമ്പൂതിരി നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും. എൻ്റെ പേര് ഹരി എന്നാണ്, നാരായണൻ എന്നാണ് ശരിക്കും പേര്. ഹരി. ഇല്ലം നടുവം ഇല്ലാണ്. ഇവിടുത്തെ ഊരായ്മ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ വരും, ഭഗവാന് വേണ്ടി സമർപ്പിക്കും. ഞാൻ പാലക്കാട് മേഴ്സി കോളേജിൻ്റെ അടുത്ത് പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ രാപ്പാളിനെ കുറിച്ച് കൂടുതൽ പറയൂ. രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഈ രാപ്പാളിനെ കുറിച്ച് നമ്മൾ അല്ലാതെയും കേട്ടിട്ടുണ്ട്. അങ്ങയുടെ വാക്കുകളിലൂടെ രാപ്പാളിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വളരെയധികം ആചാരാനുഷ്ഠാനപരമായിട്ട് വളരെയധികം പഴക്കവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പഴമയ്ക്കും അതുപോലെ തന്നെ ക്ഷേത്ര ചടങ്ങുകൾക്കും പ്രാധാന്യം കൂടുതൽ കൽപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാലഭാവത്തിലുള്ള 2 കൈയിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭഗവാനാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെണ്ണക്കണ്ണനായിട്ടാണ് ഭഗവാൻ. ഇവിടുത്തെ വേദോപാസന വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ചടങ്ങാണ്. 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷത്തിൽ പോത്തുകൊട്ട് എന്നുള്ളൊരു ചടങ്ങ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഭഗവാന് വേദം ഉപാസനയോടുകൂടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠന്മാരും യജുർവേദത്തിലെ ഈ ഓത്തുകൊട്ടിൽ പങ്കെടുക്കും. അങ്ങനെ ഒരു ചടങ്ങാണ്. അത് ഈ 2023 ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇനി 2029 വീണ്ടും വരും. അതുപോലെ അഷ്ടമരോഹിണി രാത്രി പാതിരാ സമയത്ത് പ്രത്യേക പൂജകൾ, ദധ്യന്നം. ഈ ധനുമാസം കാലത്ത് 30 ദിവസം, ധനു 1-ാം തീയതി മുതൽ 30 ദിവസം എന്നാണ് കണക്ക്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധസമയം, അപ്പോൾ പാണ്ഡവർ യുദ്ധത്തിന് പോകുമ്പോൾ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ടാണല്ലോ യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ പാഞ്ചാലി ഈ ഭക്ഷണം, തൈര് ചേർത്ത അന്നം, കുരുമുളക് തൈരൊക്കെ ചേർത്ത അന്നം ശ്രീകൃഷ്ണനും പാണ്ഡവർക്കും കൊടുത്തു പോയി. അങ്ങനെ അവർ യുദ്ധം താരതമ്യേന അക്ഷൗഹിണികളിലെ ഏറ്റവും കുറവ് അക്ഷൗഹിണിയായിരുന്നു പാണ്ഡവർക്ക്. അവർ യുദ്ധം വിജയിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ സത്സന്താന ലഭ്യതയ്ക്കും ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളൊരു വഴിപാടായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഭഗവാന്റെ കൃപ കൊണ്ട് അനവധി ആൾക്കാർക്ക് സന്താനങ്ങളില്ലാതെ 10-15 വർഷമൊക്കെ ആയിട്ട് സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന അനവധി ആൾക്കാർക്ക് ഈ വഴിപാട് കൊണ്ട് സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു 12 കുട്ടികൾക്ക് 18 ദിവസമായിട്ട് പ്രത്യേകിച്ച് വഴിപാട് നമ്മൾ നടത്തുകയാണെങ്കിൽ അത് വളരെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട്. ധനുമാസം 1-ാം തീയതി തൊട്ടാണല്ലോ ഇവിടെ ദധ്യനം എന്ന ഈ ഒരു വഴിപാട് നടക്കുന്നത്. ഇതല്ലാതെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ട്, ഞാനൊക്കെ ഒരു 3 വയസ്സാകുമ്പോഴേക്കും തൊട്ട് തന്നെ ദിവസവും ഈ ക്ഷേത്രത്തിൽ വന്ന് നെയ്യ് സേവിക്കുന്ന വ്യക്തി. ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ട്, എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു. എല്ലാ ദിവസവും കാലത്ത് ഇവിടെ വന്ന് നെയ്യ് സേവിക്കണം. നെയ്യ് സേവിച്ചതിന് ശേഷം മാത്രമേ ബാക്കി ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ. അത് കുട്ടികൾക്ക് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അത് പ്രത്യേകിച്ചും വിശിഷ്യ ഭഗവാനെ നിവേദിച്ച നെയ്യാണ്. അത് ബുദ്ധിശക്തികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമർപ്പണം തന്നെയാണ് ഈ നെയ്യ് സേവിക്കൽ. ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തേക്ക് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഈ നെയ്യ് സേവിച്ചതിലുള്ള ഇതാണ്. 2 കൈയിലും വെണ്ണയായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത, ഈ കുട്ടികളെ ഒന്നും ചീത്ത പറയാൻ, ഈ മതിൽക്കകത്തോ ഈ പരിസരത്തോ വെച്ച് കുട്ടികളെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ ഒരു നിലയ്ക്കും കുട്ടികളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, ശരീരത്തിനെയും വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ ഭഗവാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പപേക്ഷിക്കേണ്ടി വരാറുണ്ട് അത്തരം ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു രൂപമാണ്. അതുപോലെ പൂജാവിധികളിലും അതെ, കുറച്ച് പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ സഹസ്രചതുരാക്ഷിയൊക്കെ ദിവസവും ജപിച്ച് ഇവിടെ വഴിപാട് നടത്തുന്നുണ്ട്. അതൊക്കെ വളരെയധികം പ്രത്യേകതകളും അതുപോലെ നമ്മളുടെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങളും വഴിപാടുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഇവിടെ രാത്രി നിവേദ്യം കഴിഞ്ഞാലും, രാത്രി പൂജ കഴിഞ്ഞാലും ശരി,
പാല് എപ്പോൾ വേണമെങ്കിൽ നിവേദിക്കാം എന്നുള്ളൊരു ആ ഒരു ക്രമം ഇവിടെയുണ്ട്. പാല് നേദിക്കാൻ ഭഗവാന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏത് സമയത്ത് നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വന്നാലും ശരി, ആര് വന്നാലും ശരി, പാല് നിവേദിക്കും. ഭക്തർക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. പാല്, ശുദ്ധമായിട്ടുള്ള പാല് നമ്മൾ കൊണ്ടുവരാൻ വെച്ചാൽ ഭക്തർക്ക് ഏത് സമയത്തും വന്നിട്ടത് നിവേദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുന്നിക്കുരു വരില്ല ഇവിടെ. ഈ കുട്ടികളൊക്കെ ഈ വളരെ അലസമായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ മിണ്ടാൻ പറ്റാതെ കണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം, ദൗർബല്യം, അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ഇവിടെ കുന്നിക്കുരു ധാരാളം വാരിക്കുമ്പോൾ അവർ വളരെയധികം നല്ല രീതിയിൽ ഊർജ്ജസ്വലരായിട്ട് മാറുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും സാധനകളുടെയും ഒക്കെ ഒരു പരിണിത ഫലമായിട്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സന്തോഷം. അതൊക്കെയാണ് ഞങ്ങളൊക്കെ വെറും ചട്ടുകങ്ങളാണ്. ഭഗവാന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് സത്യത്തിൽ ഈ രാപ്പാളിലെ ജനങ്ങളുടെ മുഴുവൻ ഒരുവിധം. അത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കുമായിട്ട് ഉപകാരപ്പെടുന്നതിലുള്ള ഞങ്ങളുടെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കൂടി പറ്റാത്തതാണ്. ക്ഷേത്ര നടയിൽ എന്നല്ല, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ 2 വലിയമ്പലമുണ്ട്. മണ്ഡപത്തിൻ്റെ പിന്നിലായിട്ട് 2 വലിയമ്പലമുണ്ട്. അതിൽ തെക്കേ വലിയമ്പലത്തിൽ ഇരുന്നിട്ടാണ് കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള വേദജ്ഞർ യജുർവേദം മുഴുവൻ, അതൊരു 40-42 തവണയായിട്ട് യജുർവേദം മുഴുവൻ സംഹിത, പദം, കൊട്ട്, അങ്ങനെ 3 തരത്തിൽ വരും. അക്ഷരങ്ങൾ ഇങ്ങനെ സ്വരിച്ചു ചൊല്ലും, അത് കഴിഞ്ഞ് പദങ്ങൾ സ്വരിച്ചു ചൊല്ലും, അത് കഴിഞ്ഞ് അതിൻ്റെ ശ്ലോകങ്ങൾ സ്വരിച്ചു ചൊല്ലും. അങ്ങനെ ഈ വേദം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട കാഞ്ചി കാമകോടി യജുർവേദ പാഠശാല, തൃശ്ശൂർ ബ്രഹ്മസമഠം, ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ വരും. അവർക്കൊക്കെ ഒരു സാധനയും കൂടിയാണ് ഈ ഓത്തുകൊട്ട് എന്നുള്ളത്. എന്ന് മാത്രമല്ല ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ അർജുനോട്, വേദാനാം സാമവേദോസ്മി എന്ന് പറയുന്നുണ്ട്. വേദങ്ങളിൽ വെച്ചിട്ട് എനിക്ക് വേദം കേൾക്കാൻ വളരെ ഇഷ്ടമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ വേദപ്രിയനാണ് ഭഗവാൻ. ആ ഭഗവാനുള്ളൊരു വഴിപാട് കൂടിയായിട്ട് ഭാരതത്തിൽ 2 ക്ഷേത്രങ്ങളെ ഇപ്പോൾ ഓത്തുകൊട്ട് മുടങ്ങാതെ നടന്നു വരുന്നുള്ളൂ. ഒന്ന് ചേർപ്പിൽ മിത്രാനന്തപുരം ക്ഷേത്രവും, മറ്റത് രാപ്പാൾ ശ്രീശ്വരം ക്ഷേത്രവും. യാഗഭൂമി കൂടിയാണ് ഇവിടം. 2007 ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലാണ് ഗംഭീരമായിട്ടുള്ള സോമയാഗവും നടന്നത്. അപ്പം അത്രയ്ക്കും. അതുപോലെ ഈ പുഴ ഇരിഞ്ഞാലക്കുട ശ്രീ സംഗമേശൻ്റെ ആറാട്ടുകടവ് തൊട്ടപ്പുറത്താണ്. എല്ലാ ഓരോ വർഷങ്ങൾ മാറി മാറി ഇടവിട്ട് ഭഗവാന്റെ ആറാട്ടും ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ചങ്ങോട്ട് പടിഞ്ഞാട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആറാട്ടുപുഴ, 30 മുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ പ്രസിദ്ധമായിട്ടുള്ള പൂരം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പുണ്യഭൂമിയാണ് ഇവിടം. വളരെ സന്തോഷം. എല്ലാവർക്കും സുസ്വാഗതം. കാരണം കുട്ടികളെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഭഗവാനാണ് ഇവിടെ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ഈ ദധ്യന്നം എന്ന നിവേദ്യത്തിനെ കുറിച്ച് കൂടുതൽ പറയൂ. ദധ്യന്നത്തിൻ്റെ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും അതിനെക്കുറിച്ച്. ദധ്യന്നം പേര് സൂചിപ്പിക്കുന്നത് പോലെ ദധി ചേർത്ത അന്നം എന്നാണ് ദധ്യന്നത്തിൻ്റെ പേര്. ദധി, തൈര്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാഞ്ചാലി ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവർക്കും കൂടി യുദ്ധത്തിന്, പ്രഭാതത്തിൽ യുദ്ധത്തിന്, മഹാഭാരത യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ സന്ധ്യ വരെ യുദ്ധം ചെയ്തതും യുദ്ധം വിജയിച്ചതും അവരുടെ സന്താന പരമ്പരകൾ നിലനിന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഇത് കാലത്ത് ഞങ്ങളൊരു 3 മണിയോട് കൂടിയിട്ട് ദധ്യന്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇതിൽ നമ്മൾ സാധാരണ പോലെ നിവേദ്യം വേവിച്ച് അതിൽ പച്ചക്കുരുമുളക് പ്രധാനമാണ്. പച്ചക്കുരുമുളക് തന്നെയാണ്. പച്ചക്കുരുമുളക്, അതുപോലെ തന്നെ ഇഞ്ചി നുറുക്കിയിട്ടിടണം. ഉപ്പുമാങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടണം. ഇങ്ങനെ കുറച്ച് ഉപ്പും ചേർക്കും. അങ്ങനെ ഇത് വാങ്ങി വെച്ച് ഏതാണ്ട് ചൂടാറുമ്പോഴാണ് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ച് പ്രഭാതത്തിൽ ഉദയത്തിന് മുമ്പ് ഏതാണ്ടൊരു 6 മണി സമയത്ത് ഭഗവാൻ ഇത് നിവേദിക്കും. ഉദിക്കുന്നതിന് മുമ്പാണ് പാണ്ഡവർ യുദ്ധത്തിന് പോയതെന്നും ഭഗവാനും ചേർന്ന് അവർ അങ്ങനെ ഉദിക്കുന്നതിന് മുമ്പാണ് അത് ഭക്ഷിച്ചതെന്നുള്ള ഐതിഹ്യപ്രകാരം തന്നെയാണ് ഉദിക്കുന്നതിന് മുമ്പ് ഇത് ഭഗവാന് നിവേദിക്കുന്നത്. നിവേദിച്ച് കഴിഞ്ഞാൽ പിന്നെ താമസമില്ല. കുട്ടികൾ ആര് വന്നാലും ശരി എല്ലാവർക്കും ഇവിടെ ക്ഷേത്രനടയിൽ വെച്ച് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു സിദ്ധാന്തം. ഭഗവാനും ഇഷ്ടം അത് തന്നെയാണ്. ഭഗവാന്റെ മുമ്പിൽ വെച്ച് കുട്ടികളും എല്ലാവരും ഭക്ഷിക്കണം. അതിൻ്റെ ഒരു ഫലം വളരെ വളരെ അനുഗ്രഹീതമാണ്. ഇപ്പോൾ ധാരാളം പേര് സന്താനമില്ലാത്തൊക്കെ ധാരാളം 19
12 വർഷമായിട്ടൊക്കെ കുട്ടികളില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് ദധ്യന്നം വഴിപാട് ചെയ്ത് കഴിച്ചിട്ട് അവർക്ക് കുട്ടികളുണ്ടായിട്ട് കണ്ട് അവരിവിടെ വഴിപാട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം അത്രമാത്രമേ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ. ധനുമാസം 1-ാം തീയതി തൊട്ടാണല്ലോ ഇവിടെ ദധ്യനം വഴിപാട്. അതല്ലാതെ ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമേറിയ വഴിപാടുകൾ അല്ലെങ്കിൽ ഭക്തർ ഏറ്റവും കൂടുതൽ നൽകുന്ന വഴിപാട് എന്തായിരിക്കും? ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്ന് തന്നെ പറഞ്ഞാൽ 2 കൈയിലും വെണ്ണയായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. വെണ്ണ വഴിപാട് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് തൃക്കൈയിൽ വെണ്ണ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ്. അതുപോലെ സഹസ്രചതുരാക്ഷി പ്രത്യേകമായിട്ടുള്ള മന്ത്രമാണ്. കാര്യസാധ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സർവാഭീഷ്ടങ്ങൾക്കും രോഗദുരിതങ്ങളുടെയൊക്കെ നാശനത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാടാണ് സഹസ്രചതുരാക്ഷി. ആ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ പാൽപ്പായസം. ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഈ നിവാസികളും കൂടിയും അങ്ങനെ തന്നെയാണ്. ഭഗവാന്റേതായിട്ടുള്ള എന്ത് കാര്യം നടക്കാനും 1 കുടം പാല് 2 കുടം പാലിലുണ്ടൊക്കെ പാൽപ്പായസ പ്രിയനാണ് ഭഗവാൻ, വെണ്ണപ്രിയനാണ് ഭഗവാൻ, അതുപോലെ തന്നെ മന്ത്രപ്രിയനാണ് ഭഗവാൻ, വേദപ്രിയനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ എന്തൊക്കെയാണോ പ്രിയം ആ വഴിപാടുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ, അതിൽ കണക്കൊന്നുമില്ല, ഞങ്ങളെല്ലാവരും വന്ന് സമർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ഞങ്ങൾക്ക് സഹായം ഇവിടുത്തെ കഴകക്കാർ, അതുപോലെ ഇവിടുത്തെ പ്രവർത്തിക്കാർ എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക വളരെ ഐക്യത്തോടു കൂടി നിൽക്കുന്നു. നാട്ടുകാരുടെ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണമുണ്ട്. ഒരാൾ വരികയാണെങ്കിലും ഒരിലയിൽ പുഷ്പമായിട്ട് വരിക, അപ്പോൾ അവിടെ എന്തെങ്കിലും മാലിന്യങ്ങൾ കിടക്കണമെങ്കിൽ അത് അടിച്ചു വരിക, എല്ലാം ഒരു സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഭക്തജനങ്ങളും നാട്ടുകാരും എല്ലാവരും സഹായിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നത്. നാട്ടുകാരുടെ ഒരു ക്ഷേത്രക്ഷേമ സമിതി കമ്മിറ്റി ഉണ്ട്. അത് ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും പുറത്ത് കലാപരിപാടികൾ കാര്യങ്ങൾ അഗ്രശാലയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് അവരത് ചെയ്യുന്നുണ്ട്. ഉള്ളിലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മളും എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അന്നദാനമുണ്ട്. വ്യാഴാഴ്ചകളിൽ അന്നദാനം, തിരുവോണത്തിന് തിരുവോണമൂട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഉത്സവക്കാലത്ത് നമ്മൾ അന്നദാനം ചെയ്യുന്നുണ്ട്. അഷ്ടമരോഹിണിക്ക് അന്നദാനമുണ്ട്. അഷ്ടമരോഹിണിക്കൊക്കെ രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് പൂജ. അപ്പം നിവേദ്യം വളരെ പ്രധാനമാണ്. അപ്പം നിവേദിച്ചു കഴിഞ്ഞാൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അപ്പം വഴിപാടുമുണ്ട്, അപ്പം കൊടുക്കാറുമുണ്ട്. ഇല്ല, അന്ന് അഷ്ടമരോഹിണിക്ക് കാലത്ത് 3:30 നട തുറന്നു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് പൂജ കഴിഞ്ഞ് 1:30 നട അടയ്ക്കുമ്പോൾ അത്രയും സമയം നട തുറന്നു തന്നെയാണ് ഇരിക്കുക. ആ സമയത്ത് മുഴുവൻ ഈ പാല് അങ്ങനെയുള്ള ദ്രവ്യങ്ങൾ എന്തു വേണമെങ്കിൽ നമുക്കത് നിവേദിക്കുകയും ചെയ്യാം ഭഗവാന്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ അനുഭവ കഥകൾ പങ്കുവച്ചതായിട്ട് ഓർക്കുന്നുണ്ട്? അത് എത്രയാണ് പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയ്ക്കും അനുഭവങ്ങൾ ഭക്തജനങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ദധ്യന്നത്തിൻ്റെ വിഷയത്തിലൊക്കെ സന്താന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ എനിക്കറിയാം ഒരു ഡോക്ടർ, അദ്ദേഹം 12 വർഷമായിട്ട് ഏതാണ്ട് കുട്ടികളൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ അനവധി ചികിത്സകളൊക്കെ ചെയ്തു അദ്ദേഹം. എന്നിട്ട് ദധ്യന്നം കഴിച്ച് 1 വർഷത്തിനുള്ളിൽ ഗർഭാവും പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ധാരാളം ആൾക്കാർ വന്നു. അവരിൽ തന്നെ ഏതാണ്ട് 10-24ഓളം പേർക്ക് ഇപ്പോൾ കുട്ടികളാവുന്നു അല്ലെങ്കിൽ ഗർഭമായി കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് അവർ ആ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്, ഭഗവാനോടുള്ള ആ ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് ഞങ്ങൾക്കത് പറയാനുള്ളൂ. അത്ര സന്തോഷമായിട്ട് ധാരാളം അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നെയ്യ് സേവിച്ചാലും അതുപോലെ തന്നെ ഈ ദധ്യന്നം സേവിച്ചാലും എല്ലാ കാര്യങ്ങളിലും അത് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യക്ഷമാണ് ഭഗവാൻ. ക്ഷിപ്ര കോപിയാണെന്ന് ഞാൻ പറയില്ല, ക്ഷിപ്ര സ്നേഹിയാണ് ഭഗവാൻ. കോപത്തിൻ്റെ കാര്യം ഭഗവാന്റെ അധികം പറയാനില്ല. അതൊരു കാര്യത്തിൽ മാത്രമാണ് ഭഗവാന്റെ കോപം ഞങ്ങൾക്ക് അനുഭവപ്പെടാറ്. കുട്ടികളെ ശകാരിക്കാൻ പാടില്ല, കുട്ടികളെ യാതൊരു നിലയ്ക്കും ഇവിടെ വഴക്ക് പറയാൻ പാടില്ല. കുട്ടികളെ സ്നേഹിക്കുന്ന ബാലപ്രിയനായിട്ടുള്ള ഭഗവാനാണ്, ബാലനാണ് ഭഗവാൻ. ഇവിടുത്തെ ഉത്സവത്തിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിൽ വെളുത്ത ദ്വാദശി വരുന്ന ദിവസം ആറാട്ട് വേണം എന്നാണ് കണക്ക്. അപ്പോൾ അതിന് 8 ദിവസത്തെയാണ് ഉത്സവം. അതിന് 8 ദിവസം മുമ്പ്, വെളുത്ത ദ്വാദശിക്ക് 8 ദിവസം മുമ്പ് കൊടി കയറും.
കൊടി കയറി കഴിഞ്ഞാൽ വിസ്തരിച്ചാണ് ഉത്സവബലി അടക്കമുള്ള എല്ലാ ദിവസത്തെ ശിവേലികളും കാര്യങ്ങളും എല്ലാം വിസ്തരിച്ചുള്ള ചടങ്ങോട് കൂടി തന്നെയാണ് ഉത്സവം. അതായത് ക്ഷേത്രത്തിനുള്ളിലെ ഭഗവാന് ചെയ്യേണ്ട ക്ഷേത്രാചാരാനുഷ്ഠാന പ്രകാരമായിട്ടുള്ള ഒരു ചടങ്ങിനും യാതൊരു ലോഭവുമില്ലാതെ ചിലപ്പോൾ 3 പറരി 4 പറരിയൊക്കെ ഭഗവാന് നിവേദ്യം വേണ്ടി വരും, പായസം വേണ്ടി വരും. അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ പറപ്പൂക്കര, പന്തൽ, കിഴക്കിനിയടം, നടുവം ഇങ്ങനെയുള്ള ഇല്ലക്കാരുടെ ഊരായ്മകൾ ചേർന്നതാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ ഉത്സവം എന്നുള്ളതിന് കണക്കുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് 8 ദിവസത്തെ ഉത്സവം ഈ കടവിൽ, പുഴയുടെ ഈ കടവിലാണ് ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുക. അത് കാലത്ത് ഒരു 8:30-9 മണിയാകുമ്പോൾ നടക്കും. അത് കഴിഞ്ഞാൽ കൊടിക്കൽപ്പറ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണവും കഴിഞ്ഞ് പുറത്ത് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ആറാട്ട് കഴിഞ്ഞിട്ട് ഭഗവാൻ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഭഗവാൻ കൊടിമരത്തിൻ്റെ അവിടെ സാക്ഷിയായിട്ട് നിൽക്കും. അപ്പോൾ ഭക്തജനങ്ങൾക്ക് അരി, നെല്ല്, മലര്, പൂവ്, മഞ്ഞൾ അങ്ങനെയുള്ള എല്ലാ പറകളും നിറയ്ക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഉള്ളിലേക്ക് കയറുള്ളൂ. അങ്ങനെയാണ് കണക്ക്. തന്ത്രി എന്ന നിലയിൽ ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല. ഞങ്ങളെല്ലാ ഊരായ്മക്കാരും ചേർന്നിട്ടാണ് ഇവിടെ തന്ത്രവൃത്തി ചെയ്യുന്നത്. ആർക്കും ചെയ്യാം. ഇവിടെ സമാവർത്തനം കഴിഞ്ഞ് വേദാധ്യയനം കഴിഞ്ഞ് പൂജകളും താന്ത്രിക ക്രിയകളും അറിയുന്ന ഏത് ആൾക്കും ഇവിടുത്തെ ഊരായ്മക്കാർക്കും, അതെ, ഇവിടുത്തെ ഊരായ്മക്കാർക്ക് മുഴുവൻ ഇവിടുത്തെ തന്ത്രിമാരാണ്. ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയത് എന്താണെന്ന് പറയാം? ഉത്സവത്തിന് എല്ലാ ദിവസവും പ്രത്യേകതയുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ആറാട്ട്, അതിന് തലേ ദിവസം പള്ളിവേട്ട, ഭഗവാൻ ഗ്രാമപ്രദക്ഷിണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ഗ്രാമത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും രാപ്പാളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെല്ലുകയും പറയെടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് ക്ഷേത്രം മതിൽക്കകം വിട്ടിട്ട് അന്നത്തെ ദിവസം മാത്രമാണ് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പറയൊക്കെ സ്വീകരിച്ച് വൈകിട്ടോടുകൂടി തിരിച്ചെഴുന്നള്ളും. പഞ്ചവാദ്യത്തോടുകൂടി തിരിച്ച് മേളം പഞ്ചവാദ്യത്തോടുകൂടി തിരിച്ചെഴുന്നള്ളും. ഏതാണ്ട് രാത്രി 12 മണി 1 മണി ആവും അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. പിറ്റേ ദിവസം കാലത്ത് 3 മണിയാകുമ്പോഴേക്കും ആറാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇവിടെ 6 കൊല്ലം കൂടുമ്പോൾ ഓത്തൂട്ട് നടക്കാറുള്ളത് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ടാവും. 2005 ഓത്തൂട്ട് സമയത്താണ് എൻ്റെ പെങ്ങൾക്ക് ഒരു വിവാഹാലോചന വരുന്നത്. അത് ഇപ്പോഴത്തെ ആലുവ തന്ത്ര വിദ്യാപീഠത്തിലെ പ്രിൻസിപ്പളായിട്ടുള്ള ബാലകൃഷ്ണ ഭട്ടാണ്. അദ്ദേഹത്തിന് അന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഒരു 12-13 കൊല്ലമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിവാഹാലോചനയോട് ബന്ധപ്പെട്ട് വന്നു. ആ വിവാഹം തന്നെ 2 മാസത്തിൽ കഴിയുകയും ചെയ്തു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അളിയനാണ് ആലോചിച്ച് വന്നത്. അപ്പോൾ ആ വിവാഹം കഴിഞ്ഞപ്പോൾ അതിന് ശേഷം അവർ ദധ്യനത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അച്ഛനാണ് പറഞ്ഞു കൊടുത്തതെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് എന്താ വെച്ചാൽ 14 വയസ്സാണ്ടേ ഉള്ളൂ. ഞാൻ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇത്ര കാലമായി വിവാഹം കഴിഞ്ഞു. അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അച്ഛനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ദധ്യനത്തിൻ്റെതായ പ്രാധാന്യം പറഞ്ഞപ്പോൾ ഇവിടെ ദധ്യനം കാര്യസാധ്യം എന്നുള്ളതാണ് പ്രധാനമായിട്ട് എൻ്റെ ഒരു ഫലം പറയാറ്. പക്ഷേ ഇവിടെ തന്നെ പ്രതിഷ്ഠ തന്നെ എന്താ പറയുക, ഉണ്ണിക്കണ്ണനാണ്. 2-3 വയസ്സ് പ്രായത്തിലുള്ളൊരു പ്രതിഷ്ഠയാണ്. അപ്പോൾ തൊഴാൻ പറഞ്ഞ ആർക്കും 2 കൈയിലും വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു പ്രാധാന്യം കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾ സന്താന വിഷയത്തിന് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അനുഭവത്തിലായാലും പലരും പറഞ്ഞത് ഈ ഒരു വിഷയമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കർക്കിടക മാസത്തിലാണെന്ന് തോന്നുന്നു ആലോചന വന്നത്. ചിങ്ങം കന്നി തുലാമാസത്തിൽ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ആ ധനുവിൽ ഈ ദധ്യനത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ദധ്യനം വഴിപാട് കഴിച്ചു. ഇവിടെ കാരണവന്മാർ പറഞ്ഞ സമ്പ്രദായം അനുസരിച്ച് വഴിപാട് കഴിച്ചു. ഇന്നത്തെ കൊല്ലമായപ്പോഴേക്കും അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടാവാണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ഇന്നതുകൊണ്ടായിരിക്കും നമ്മൾ ഉറപ്പിക്കുന്നത്. നമ്മുടെയും ഒരു ബലമായിട്ടുള്ള വിശ്വാസമുണ്ട്. വിശ്വാസം നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിശ്വാസമാണത്. എന്താ പറയുക, ആ ഒരു ദധ്യനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇവർക്ക് സന്താന വിഷയം എന്നാണ്. കാരണം ഇതിലുപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെ, ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എന്തൊരു വസ്തുവാണെങ്കിലും അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഹിതകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ദധ്യനത്തിൻ്റെ കൂട്ടാണെങ്കിൽ തന്നെ ഈ എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് എന്ത് ദോഷങ്ങളുണ്ടോ അത് മാറാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനായിരിക്കും. അപ്പോൾ സന്താന വിഷയത്തിനായാലും ഏറ്റവും പ്രധാനമാണെന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ 32 കൊല്ലമായിട്ട് ദധ്യനം
എല്ലാ ധനുമാസത്തിലും കഴിക്കണതാണ്. ഇപ്പോൾ ഒന്നിലും ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പൂജകൾക്ക് പോവുകയാണെങ്കിൽ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ദധ്യനം കഴിക്കാൻ തരാവാറുണ്ട്. ഒരു സൗഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു.